Praise God. Thank you so much for the honor. ദൈവത്തിന് മഹത്വം നൽകുന്ന ബഹുമാനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Greetings in Jesus' mighty name to the precious church that we have here this morning with us. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്നേഹവന്ദനം ഇവിടെ ആയിരിക്കുന്ന സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I bring you greetings from Pastor Hannah and our family and an extended church family in Dubai also. ഞാൻ പാസ്റ്റർ ഹാനയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവിടെ ആയിരിക്കുന്ന സഭയിൽ നിന്നും എല്ലാം നിങ്ങൾക്കുള്ള സ്നേഹവന്ദനം ഞാൻ നൽകുകയാണ്. It was wonderful to be here over the last few days. I was speaking at our discipleship school. അല്പ ദിവസങ്ങളായി ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഡിസൈപ്പിൾഷിപ്പ് സ്കൂളിൽ ഞാൻ ശുശ്രൂഷിക്കുകയായിരുന്നു. And it's a joy to be here this morning. ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുവാൻ കഴിയുന്നത് വലിയ സന്തോഷമാകും. Today I have a very precious word the Lord has put in my heart over the last few weeks, and I am actually very excited to share it. കഴിഞ്ഞ ആഴ്ചകളായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ഒരു വചനം വളരെ ആവേശകരമായിട്ട് അത് പങ്കുവെക്കുവാൻ ഞാൻ ഏറെ സന്തോഷത്തോടെയാകും. And I am titling the message for this morning. It's called The Christian in the Workplace. അതിന് നൽകുന്ന ഞാൻ തലക്കെട്ട് എന്ന് പറയുന്നത് ജോലിസ്ഥലത്ത് ആയിരിക്കുന്ന ക്രിസ്ത്യാനി. The Christian in the workplace. ജോലിസ്ഥലത്തായിരിക്കുന്ന ക്രിസ്ത്യാനി. And so many people, when we think about secular work and Christian ministry, we have heard from pastors and leaders so much, oh, one day you will come into full-time ministry, by which we think that today we are not in full-time ministry. പല സമയത്തും നാം നമ്മുടേതായിട്ടുള്ള ജോലിസ്ഥലവും അതോടൊപ്പം തന്നെ ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ശുശ്രൂഷകരിൽ നിന്ന് അല്ലെങ്കിൽ പാസ്റ്റർമാരിൽ നിന്ന് എത്രയോ തവണ കേട്ടിരിക്കുന്നു, ഒരു ദിവസം നിങ്ങൾ സുവിശേഷ വേലയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണസമയ ദൈവവേലയിലേക്ക് വരുമ്പോൾ അപ്പോൾ നാം ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിലല്ല എന്നാണ്. Many times when we think of secular work, we think it is a necessary evil. നാം പലപ്പോഴും നമ്മുടെ സാധാരണ രീതിയിലുള്ള ജോലിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു ഈവിളാണ് അല്ലെങ്കിൽ ദുഷ്ടതയാണ് നാം ചിന്തിക്കുന്നത്. I've heard many people say, one day I want to come into full time. Until then, what to do till the day God calls me. പല വ്യക്തികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നാൾ ഞാൻ പൂർണ്ണസമയ ദൈവവേലയിലേക്ക് വരും, അതുവരെ എന്ത് ചെയ്യാൻ, പക്ഷേ ഒരു നാൾ ഞാൻ വരും, ദൈവം വിളിക്കണ്ടേ. Bible says that serving God full time in the local church ministry is a unique job and it is worthy of double honor. എന്നാൽ തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള സഭയിൽ പൂർണ്ണസമയം വേല ചെയ്യുക എന്ന് പറയുന്നത് ഇരട്ടി ബഹുമാനം ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യമാകുന്നു എന്ന് പറയുന്നു. But the question is a secular job not honorable in the sight of God? എന്നാൽ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള ജോലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൺമുമ്പിൽ അത് ബഹുമാനമില്ലാത്ത കാര്യമാണോ? And we pastors have done disservice by not speaking about the power of a Christian being in the workplace. എന്നാൽ പലപ്പോഴും പാസ്റ്റർമാർ ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് പ്രസംഗിക്കാതെ അതിനോട് ശരിയായിട്ടുള്ള ഒരു ന്യായം ചെയ്തിട്ടില്ല. The Bible says in Colossians chapter 3 verse 23. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുകയാണ്. In fact, there's a powerful verse and I want us to start looking at this because with this it will set the pace for us to understand how God views a Christian in the workplace. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജോലി സ്ഥലത്ത് ആയിരിക്കണം എന്നുള്ളത് ഈ വചനത്തെ ആധാരമാക്കി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. The Bible says whatever you do your work heartily as for the Lord, not unto men. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. But this is not the part I want to show you. The next verse. എന്നാൽ ഇതല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം. അടുത്ത വാക്യം, knowing that from the Lord you will receive a reward of the inheritance. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന് അറിഞ്ഞ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. Wait a minute. Slaves work heartily unto the Lord. അപ്പോൾ അടിമകളോട് പറയുകയാണ് കർത്താവിനെന്ന വണ്ണം നിങ്ങൾ ഹൃദയത്തോടെ ജോലി ചെയ്യുക. Slaves are secular work or spiritual full-time ministry? അടിമകൾ എന്ന് പറയുന്നത് പൂർണ്ണസമയ ദൈവവേലയാണോ അതോ സാധാരണയുള്ള ജോലിയാണോ? Come on, somebody help me. Secular work or full-time? Secular work. സാധാരണ ജോലിയാണ്. And the Bible says that if you do it heartily with all your heart, if you will work in the secular unto the Lord, you will receive a reward of the inheritance in heaven. എന്നാൽ തിരുവചനം പറയുകയാണ് നിങ്ങൾ ഹൃദയത്തോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗീയമായിട്ടുള്ള ഒരു അവകാശം ലഭിക്കുമെന്ന്. You guys are going to love this. Hallelujah. ഇത് ഇഷ്ടപ്പെടാൻ പോവുകയാണ്. I never knew that secular job, faithfully working in the secular, had a reward in heaven. എനിക്ക് അറിയുകയില്ലായിരുന്നു വിശ്വസ്തയോടുകൂടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി ചെയ്യുമ്പോൾ അതിന് സ്വർഗ്ഗത്തിൽ ഒരു പ്രതിഫലം ഉണ്ടായെന്നുള്ളത്. I thought only pastors had full time and all had reward in heaven. ഞാൻ ചിന്തിച്ചത് ഒരുപക്ഷെ ഈ ദൈവവേല പൂർണ്ണസമയം ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രതിഫലമുള്ളെന്നാ ചിന്തിച്ചത്. It was an eye opener for me. അത് തീർച്ചയായിട്ടും എന്റെ കണ്ണുകളെ തുറന്നു. God's first
command in the Bible, തിരുവചനത്തിൽ ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് after having children, കുഞ്ഞുങ്ങളെ ഉണ്ടായതിനു ശേഷം be fruitful, multiply. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. First command in the Bible is have children. ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. Next command in the Bible is to do secular work. അതിന് ശേഷം എന്ന് പറയുന്നത് വേല ചെയ്യുവാനാണ്. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? Be fruitful and multiply. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, Fill the land. ഭൂമിയെ നിറച്ച്, Work in the garden. തോട്ടത്തിൽ വേല ചെയ്ത്, Take care of the garden. ആ തോട്ടത്തെ കാത്തുകൊണ്ട്. It was not lead for praise and worship in the garden. അവിടെ ആ തോട്ടത്തിൽ ആരാധന നയിക്കാനായിട്ടോ പാട്ടുപാടാനോ അല്ലായിരുന്നു. It was do secular work. Take care of the plants and the trees and multiply the fruit. അവിടെ ഉള്ളതായിട്ടുള്ള വൃക്ഷങ്ങളെ എല്ലാം നോക്കിക്കൊണ്ട് അവിടെയുള്ള ആ ഫലത്തെ പെരുപ്പിക്കുവാനായിട്ടായിരുന്നു. Some of you are staring at me, Pastor, what are you saying? നിങ്ങൾ ചിലർ എന്നെ സൂക്ഷിച്ചു നോക്കി ചിന്തിക്കുകയാണ്, എന്താണ് പാസ്റ്റർ പറയുന്നത്? Pastor, why are you in full time? പാസ്റ്റർ എന്തിനാണ് ഈ പൂർണ്ണസമയ വേലയിൽ വന്നിരിക്കുന്നത്? I'm in full time because the Lord asked me to do it. ഞാൻ ആയിരിക്കുന്നത് കാരണം ദൈവം എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത്. But I'm here to tell you, you're also in full time. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും പൂർണ്ണസമയ ദൈവവേലയിലാണ്. And do it faithfully because God has asked you to do it. അത് വിശ്വസ്തയോടുകൂടി ചെയ്യുക, കാരണം ദൈവം നിങ്ങളോട് അത് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നു. Every day as you go for your secular job, you must get up and you must go thinking, I'm in full-time ministry in my workplace. ഓരോ ദിവസവും ഞങ്ങൾ ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചിന്തിച്ച് ഞാൻ പൂർണ്ണ സമയ ദൈവവേലയിലാണെന്ന് മനസ്സിലാക്കി വേണം പോകുവാൻ. Because time is coming when we cannot work. കാരണം നമുക്ക് വേല ചെയ്യുവാൻ കഴിയാത്ത സമയം വരുന്നു എന്ന് പറയുകയാണ്. I'm seeing so many people smiling that I haven't seen you smile like that in a long time when I preached. നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് ഞാൻ കുറെ കാലമായിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ കണ്ടിട്ടില്ല. I want to tell you something. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. Every one of us is in full-time ministry. നാം ഓരോരുത്തരും പൂർണ്ണ സമയ ദൈവവേലയിലായിരിക്കുന്നു. That just depends on which mountain of influence God has sent us. ദൈവം നിങ്ങളെ ഏത് സ്വാധീനത്തിൻ്റെതായിട്ടുള്ള മണ്ഡലത്തിൽ ആക്കി വെച്ചിരിക്കുന്നുവോ എന്നുള്ളതനുസരിച്ചിരിക്കും. Some are sent into the church mountain. ചിലർ എന്ന് പറയുന്നത് സഭയാകുന്ന ഒരു മലയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. Some are sent as a Christian into the business mountain. ചിലരാണെങ്കിൽ ആ വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റേതായിട്ടുള്ള മൗണ്ടനിലേക്ക്. Some of you are sent as a child of God into the educational mountain. ചിലരാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് ദൈവം അയച്ചിരിക്കുകയാണ്. Some of you are sent as a child of God into the family mountain to raise godly children in the fear of the Lord. ചിലരെ ആണെങ്കിലോ കുടുംബത്തിൻ്റെതായിട്ടുള്ള ആ മലയിലേക്ക് അയച്ചിരിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുന്നതായിട്ടുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ. That tells me mothers taking care of the home are also in full-time ministry. അത് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഭവനത്തെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള അമ്മമാര് നിങ്ങളും പൂർണ്ണസമയ ദൈവവേലയിലാണ്. When you look in the Bible, John 5:17, Jesus said, I am working because my Father is also working. തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ യോഹന്നാന്റേതായിട്ടുള്ള സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാകുന്നു, എന്റെ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. So Father is working, അതുകൊണ്ട് പിതാവ് പ്രവർത്തിക്കുന്നു, Jesus is working, യേശു പ്രവർത്തിക്കുന്നു, and Holy Spirit is working. പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നു. But we think they're working only in the church. എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത് അവർ സഭയിൽ മാത്രമേ പ്രവർത്തിക്കുന്നു Actually, എന്നുള്ളത്. Father is working also in the secular. എന്നാൽ പിതാവും പ്രവർത്തിക്കുന്നത് സാധാരണ ഈ പൊതുവായിട്ടുള്ള രീതിയിലാണ്. He is making planets. പിതാവ് ഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു, Is creating new animals. പുതിയ അല്ലെങ്കിൽ മൃഗങ്ങളെ എല്ലാം ഉണ്ടാക്കുന്നു. He is making the vegetable seed you planted, he is making it grow. പച്ചക്കറികളെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുകയാണ്, വൃക്ഷങ്ങളെല്ലാം വളരുവാൻ കാരണമാക്കുകയാണ്. When you look in the Bible, നാം തിരുവചനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ we must understand God has work for us. ദൈവത്തിന് നമ്മെ ഏൽപ്പിക്കുവാനായിട്ടുള്ള വേലയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Why should we work in the secular? എന്തുകൊണ്ട് നാം പൊതുവായിട്ടുള്ള ഈ മേഖലകളിൽ നാം പ്രവർത്തിക്കണം? Because the Bible commands us to work with our hands. കാരണം തിരുവചനം നമ്മോട് കൽപ്പിക്കുകയാണ് നമ്മുടെ കരം കൊണ്ട് നാം അധ്വാനിക്കണമെന്ന്. Whether in the church or in the secular, God wants us to work. അത് സഭയിലാണെങ്കിലും ശരി, പൊതുവായിട്ടുള്ള മറ്റ് മണ്ഡലങ്ങളിലാണെങ്കിലും ശരി, നാം അധ്വാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. You know, Martin Luther said one day like this, ഒരു ദിവസം മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു, God does not need our good works, ദൈവത്തിന് നമ്മുടെ നല്ല പ്രവർത്തികൾ ആവശ്യമില്ല, but our neighbors need our good works. എന്നാൽ നമ്മുടെ അയൽക്കാർക്ക് അത് ആവശ്യമുണ്ട്. Why should I work in the secular? എന്തുകൊണ്ട് ഞാൻ പൊതുവായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കണം? Because my unbeliever secular colleague needs me as a child of God in that place to manifest Jesus in the place. കാരണം അവിശ്വാസികളായിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർക്ക് യേശുവിന്റെ പ്രതിഫലനമായി ഞാൻ ഇവിടെ ആയിരിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. And if I don't go, they will never get to see a Christian. ഞാൻ അവിടെ പോകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവർ മറ്റൊരു ക്രിസ്ത്യാനിയെ കാണുകയില്ലായിരിക്കും. Yesterday, Pastor Hannah was telling me about a story told by a theologian, David Pawson. ഡേവിഡ് പോസൺ എന്ന് പറയുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞ ഒരു കഥയെക്കുറിച്ച് ഇന്നലെ പാസ്റ്റർ ഹാന എന്നോട് പറയുകയാണ്. There was a car salesman.
ഒരു കാറിൻ്റെതായിട്ടുള്ള വിൽപ്പനക്കാരനുണ്ടായിരുന്നു. He got saved. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. After he got saved, he decided, I will never, second-hand car salesman. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ഉപയോഗിച്ച കാറുകൾ വിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. He decided in his heart, I will never tell lies to any of my customers. അപ്പോൾ താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം താൻ തീരുമാനിച്ചു, ഞാൻ ഇനി എന്റെ കസ്റ്റമേഴ്സിനോട് ഒരിക്കലും കള്ളം പറയുകയില്ല. So one customer came and they saw this car and he said, see, this car actually is not so great. Outside it looks good and all. Inside it's got some problems and all. It can give you trouble. അപ്പോൾ ഒരു കസ്റ്റമർ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഈ കാറ് പുറമേ കാണാൻ കൊള്ളാവുന്നതാണ്, എന്നാൽ അകമേ അത്ര വലിയ നല്ല രീതിയിലൊന്നും But when the customer looked at the car, they felt, no, this car is good. They bought it and went. എന്നാൽ ആ കസ്റ്റമർ നോക്കിയപ്പോഴത്തേക്കും അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് അവരത് മേടിച്ചു പോയി. After a few weeks, it broke down. അല്പ ആഴ്ചകൾക്ക് ശേഷം അത് തകർന്നു പോയി. News went around the land that there is only one car salesman in the whole city who speaks the truth. അപ്പോൾ അവിടെ വാർത്ത മുഴുവൻ ആ പട്ടണത്തിൽ പരന്നു. ആ പട്ടണത്തിൽ സത്യം പറയുന്ന ഒറ്റ കാർ സെയിൽസ്മാൻ. If you go to him, he will not lie to you. നിങ്ങൾ അവന്റെ അടുക്കൽ പോവുകയാണെങ്കിൽ അവൻ നുണ പറയുകയില്ല. People started flocking to that place. വ്യക്തികൾ അവിടേക്ക് കടന്നു വരുവാൻ His തുടങ്ങി. business began to grow. തന്റേതായിട്ടുള്ള ബിസിനസ് വളരുവാൻ തുടങ്ങി. He started hiring people. താൻ വ്യക്തികളെ എടുക്കുവാനായിട്ട് തുടങ്ങി. Unbelievers started becoming his staff. അവിശ്വാസികൾ തന്റേതായിട്ടുള്ള സ്റ്റാഫ് ആകുവാൻ One day, somebody came into his office. ഒരു ദിവസം ഒരു വ്യക്തി ആ ഓഫീസിലേക്ക് വന്നു. When they came into his office, അവർ വന്നപ്പോൾ they saw somebody swearing at someone else. ഒരു വ്യക്തി അസഭ്യമായിട്ടുള്ള വാക്കുകൾ മറ്റൊരു വ്യക്തിയോട് പറയുന്നതായിട്ട് കേൾക്കുകയാണ്. And so they said, hey, you're a Christian. Look at that fellow. Look at the way he's swearing at others. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് അസഭ്യം പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. This car salesman said, in my office, I will not hire believers. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ ഓഫീസിൽ ഞാൻ വിശ്വാസികളെ ഞാൻ എടുക്കുന്നത് നിർത്തി. Because I want all unbelievers to come so that they can see my life and I can share the gospel with them. അദ്ദേഹം പറയുകയാണ്, ആ അവിശ്വാസികൾ എല്ലാവരും വന്ന് എന്റെ ജീവിതം കണ്ട് അവർ മാറ്റപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Then someone said, what will you do with the believers when they get saved? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പൊ അവർ രക്ഷിക്കപ്പെട്ട് വിശ്വാസിയായാൽ എന്ത് ചെയ്യും? He said, I will fire the believer. ഞാൻ അവരെ പറഞ്ഞു വിടും. So he said, what do you mean? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? He says, because I fire them and I recommend them to other car showrooms. അപ്പോൾ ഞാൻ അവരെ ഇവിടെ നിന്ന് വിട്ട് മറ്റ് കാർ ഷോറൂമുകളിലേക്ക് ഞാൻ അവരെ ശുപാർശ ചെയ്യും. So that they can be Jesus in the workplace in the other car showroom. അപ്പോൾ മറ്റ് കാർ ഷോറൂമുകളിൽ അവർക്ക് യേശുവിനെ പോലെ ആകുവാനായിട്ട് അവർക്ക് കഴിയും. Hallelujah. 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 God sends us to the secular to be Jesus in the workplace. ദൈവം നമ്മളെ പൊതുവായിട്ടുള്ള ഈ മേഖലകളിലേക്ക് വിടുന്നത് യേശുവിനെ പ്രതിനിധീകരിക്കുവാനാകുന്നു. God wants us to work with our hands. ദൈവത്തിന്റെ ആഗ്രഹം നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. 2 Thessalonians chapter 3 verse 6 to 12. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ താഴെയുള്ള 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Why does God want us to work in the secular? എന്തുകൊണ്ട് നാം ദൈവം ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? Because he does not want anybody to be lazy and sit back without working. കാരണം ആരും അലസമായി പ്രവർത്തിക്കാതെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So many people sit back at home without being productive with the design of God that he has built inside of you. ദൈവം നാം ഓരോരുത്തരിലും വെച്ചിരിക്കുന്ന രൂപകൽപ്പനയ്ക്ക് വിരുദ്ധമായ അനേകർ ഭവനത്തിൽ അലസമായിരിക്കുകയാണ്. Our jobs provide tangible ways to love our neighbor. നമ്മുടേതായിട്ടുള്ള വേല എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ടുള്ള പ്രകടമായുള്ള വഴികൾ തുറന്നു തരുന്നു. Today the honest truth is, as a pastor I have very few unbeliever friends. ഇന്ന് ഒരു പാസ്റ്റർ എന്ന നിലയിൽ സത്യം എന്ന് പറയുന്നത് അവിശ്വാസികളായിട്ടുള്ള വളരെ അല്പം സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ. Because all the believers come and tell me, pastor അല്പം സമയം തരണേ എന്ന് സംസാരിക്കാൻ. ആ സമയം കഴിഞ്ഞിട്ട് there is no time left. കാരണം വിശ്വാസികളെല്ലാം വന്ന് പറയും, pastor can you give me some time, after that I don't have any more time. And so we as pastors have very few unbeliever friends. അതുകൊണ്ട് പാസ്റ്റർമാരായിരിക്കുന്ന ഞങ്ങൾക്ക് പലപ്പോഴും അവിശ്വാസികളായിട്ടുള്ള വളരെ അല്പം സുഹൃത്തുക്കളെ ഉള്ളൂ. But you are the evangelist to the workplace. എന്നാൽ നിങ്ങളാകുന്നു ഈ ജോലി സ്ഥലത്തേക്കുള്ള സുവിശേഷകർ. You're meeting unbelievers every day. നിങ്ങളാകുന്നു അവിശ്വാസികളെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. The world needs to see you as Jesus in the workplace. ഈ ലോകത്തിന് നിങ്ങൾ യേശുവായി നിങ്ങളുടെ ജോലി സ്ഥലത്ത് വ്യാപരിക്കുന്നത് കാണേണ്ടത് ആവശ്യമാണ്. Look at somebody and say, I'm in full time ministry. അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ പൂർണ്ണ സമയ ദൈവവേലയിലാണെന്ന് പറഞ്ഞു. Hallelujah. Hallelujah. Even if you're a വീട്ടമ്മ and you have a neighbor that is not saved, you're in a full time ministry. അയലോകത്ത് ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞാട്ടെ. നിങ്ങൾ വീട്ടമ്മയാണെങ്കിലും നിങ്ങളുടെ അയൽവാസി രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണ സമയ ദൈവവേലയിലാണ്. നിങ്ങൾ അയലോകത്തിലേക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞാട്ടെ. The Bible says in 2 Thessalonians 3:6 to 12. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു. Look what the Bible says. We command you in the name of Jesus. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. Do not associate with a brother who will not work. പ്രവർത്തിക്കാതെ ക്രമം കെട്ടു നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. I am commanding in Jesus name. അതുകൊണ്ട് ആരെങ്കിലും പണിയില്ലാതെ നടക്കുകയാണെങ്കിൽ
കൽപ്പന കിടപ്പുണ്ട് നിങ്ങളുടെ അടുത്ത് മിണ്ടരുതെന്ന്. So if anybody is hanging around without work, there is a commandment that actually nobody should talk to you. ഉറക്കോ അത് ഹല്ലേലൂയ പറഞ്ഞേ. Can you say a loud hallelujah? Amen. Kalpana, I command them, don't talk to somebody who is lazy and sleeping at home and not working. ക്രമം കെട്ട് നടക്കുന്ന സഹോദരനോട് ഇപ്രകാരം സംസാരിക്കരുത് എന്ന് ഒരു കൽപ്പനയാണ്. And not walking according to the tradition that you received from us. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചതായിട്ടുള്ള ആ രീതികൾക്കനുസരിച്ച് നടന്നില്ല. What is that Malayalam word? Tradition that you received from us. ഞങ്ങളിൽ നിന്ന് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പ്രമാണം എല്ലാവരും നല്ലപോലെ ക്രിസ്ത്യാനിയായി വർക്ക് ചെയ്യണമെന്നാണ്. Because our ways or our way is that everybody should walk in the right way and work as a Christian. You know that car salesman I told you about? ഞാൻ പറഞ്ഞ കാർ സെയിൽസ്മാന്റെ കാര്യം. One day his pastor came and told me, you're leading so many people to Jesus. You have an evangelist anointing on you. You must come to full-time ministry. അദ്ദേഹത്തിന്റെ പാസ്റ്റർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്തിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, നിങ്ങൾക്കൊരു സുവിശേഷകന്റെ അഭിഷേകമുണ്ട്, നിങ്ങൾ പൂർണ്ണസമയ ദൈവവേലയിലേക്ക് വരണം. So he shut his car salesman shop. അപ്പം അദ്ദേഹം തന്റേതായിട്ടുള്ള ആ കടയെല്ലാം നിർത്തി. And he came as an evangelist. എന്നിട്ട് ഒരു സുവിശേഷകനായിട്ട് വന്നു. So when David Pawson saw him, അപ്പോൾ ഡേവിഡ് പോസൺ അദ്ദേഹത്തെ കണ്ടപ്പോൾ he said, how are you doing? എന്ത് പറയുന്നു? He said, what to do? I have evangelistic anointing, but nobody is calling me to share the gospel anywhere. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ഇവാഞ്ചലിസ്റ്റിക് അല്ലെങ്കിൽ സുവിശേഷന്റെ അഭിഷേകമുണ്ട്, പക്ഷേ സുവിശേഷം പറയുവാൻ എന്നെ ആരും വിളിക്കുന്നില്ല. I'm waiting for invitation, but nobody is inviting me. ഞാൻ സ്വാഗതം അല്ലെങ്കിൽ ക്ഷണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്, പക്ഷെ ആരും എന്നെ വിളിക്കുന്നില്ല. David Pawson said, മര്യാദയ്ക്ക് ചെന്ന് start your salesman job again. അപ്പോൾ ഡേവിഡ് പോസൺ ഇങ്ങനെ പറഞ്ഞു, നീ പോയി തിരിച്ച് നിന്റെ ആ കാറിന്റെ ഷോറൂമിന്റെ പണി തുടങ്ങുക. He went back and he started his showroom again. അദ്ദേഹം മടങ്ങിപ്പോയി വീണ്ടും തന്റെ വേല തുടങ്ങി. People started getting saved again. വീണ്ടും വ്യക്തികൾ രക്ഷിക്കപ്പെടുവാനായിട്ട് തുടങ്ങി. Hallelujah. 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 You have an assignment from God in that place. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവികമായിട്ടുള്ള ഒരു കർത്തവ്യമുണ്ട്. Tell someone next to you, I have an assignment from God in that place. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, എന്റെ സ്ഥാനത്ത് എന്റെ സ്ഥലത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു പദ്ധതി എനിക്കുണ്ട്. The Bible says we should not eat our bread without paying for it. തിരുവചനം പറയുകയാണ്, പണം കൊടുക്കാതെ നിങ്ങൾ ആഹാരം വെറുതെ അനുഭവിക്കരുത്. It says day and night Paul is saying we worked. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ രാപ്പകൽ വേല ചെയ്തു. Not that I could not, be like Peter without working, get support from the church. പത്രോസിനെ പോലെ വേല ചെയ്യാതെ സഭയിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടത്തില്ല, അതുകൊണ്ടല്ല. But because I just feel God has called me that this is how I must work. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ രീതിയിൽ പ്രവർത്തിക്കാനാണ്. So don't compare your call with anybody. അതുകൊണ്ട് നിങ്ങളുടെ വിളിയെ മറ്റൊരാളുടെ വിളിയുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. Ask the Lord, what have you assigned for me? ദൈവത്തോട് ചോദിക്കുക, അങ്ങ് എനിക്ക് വേണ്ടി എന്ത് ക്രമീകരിച്ചിരിക്കുന്നു? Hallelujah. Hallelujah. Our work must provide for our family. നമ്മുടെ വേല എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് സഹായകരമായിരിക്കും. Bible says many are busybodies, they're not willing to work. തിരുവചനം പറയുന്നത് നിങ്ങൾ ചിലർ വളരെ തിരക്കുള്ളവരാണ്. Busybodies, they're just slandering and talking, gossiping and all of that. അല്ലെങ്കിൽ അവർ ഇങ്ങനെ വെറുതെ സമയം കളയുകയാണ്, അവർക്ക് ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. And the Bible says if you don't work, you must not eat. തിരുവചനം പറയുന്നത് നിങ്ങൾ വേല ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കരുത്. I don't know about women, but for us men that is a very difficult commandment. സ്ത്രീകളുടെ കാര്യം അറിയില്ല, പക്ഷെ പുരുഷന്മാരായ ഞങ്ങൾക്ക് അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. If Jesus stops our provision of food, we will actually start worshiping him more. കാരണം യേശു ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണം നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരാധന വളരെ വർദ്ധിക്കും. Our intercession will increase. ഞങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കും. Our prayer request will increase. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ Our വർദ്ധിക്കും. family life will get better. We will say, "എടി ഒന്ന് പ്രാർത്ഥിക്കടി ജോലി കിട്ടാൻ." ഞങ്ങളുടെ കുടുംബജീവിതം വളരെ മെച്ചമാകും. We'll tell our spouse, can you please pray that we'll get a job? Because we men can't handle an empty stomach. കാരണം ഒഴിഞ്ഞ വയറ് പുരുഷന്മാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല. God has called us to work to take care of our family. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് നൽകുവാനും അവരെ പരിപാലിക്കുവാനുമാണ്. The work is also a great place for pre-evangelism. അതോടൊപ്പം തന്നെ സുവിശേഷീകരണത്തിന് ഈ നമ്മുടെ വേല വലിയൊരു സഹായമാണ്. We may not be able to share the gospel, but at least they can see our life. ഒരു പക്ഷേ നമുക്ക് സുവിശേഷം പങ്കുവെക്കാൻ കഴിയുകയില്ലായിരിക്കാം, എന്നാൽ അവർക്ക് നമ്മുടെ ജീവിതങ്ങളെ കാണുവാൻ കഴിയുന്നു. And then we go for coffee. അതിനുശേഷം നാം കാപ്പി കുടിക്കാൻ പോകും. And then one day they will tell us, I think you're a Christian, can you pray for me? അപ്പോൾ ഒരു സമയത്ത് അവർ പറയുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ പറയും, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? Not just that, how many of you pray, Lord, I want to become more like Jesus? നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് അങ്ങേ പോലെ ആകണം? He will give you such a terrible secular boss. അതുപോലെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബോസിനെ നിങ്ങൾക്ക് നൽകും. Morning onwards he'll be cursing you. രാവിലെ
തൊട്ടേ അദ്ദേഹം നിങ്ങളെ ശപിക്കുകയായിരുന്നു. What an opportunity to be more like Jesus. യേശുവിനെ പോലെ ആകാൻ എന്ത് നല്ല അവസരമാണ്. Or you may be doing business. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുകയായിരിക്കും. Money will come down. പണം വരും. What an opportunity to pray in faith. അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് എത്രമാത്രം ഒരു നല്ല അവസരമാണ്. Hallelujah. Hallelujah. Or you may be, you may be prospering. അല്ലെങ്കിൽ നിങ്ങൾ സമൃദ്ധമായി ജീവിക്കുകയായിരിക്കാം. And then there is a need in the land for somebody. ആർക്കെങ്കിലും ആ ദേശത്ത് ഒരു ആവശ്യമുണ്ട്. You take care of their need. നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി What an കരുതുന്നു. opportunity to be like Jesus. എത്രമാത്രം യേശുവിനെ പോലെ ആകുവാനുള്ള അവസരമാണ്. Tell somebody, God has an assignment for me. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. Say, I am Jesus in the workplace. ഞാൻ ജോലി സ്ഥലത്തായിരിക്കുന്ന യേശുവാകുന്നു എന്ന് Even പറഞ്ഞു. if the workplace is my kitchen. ആ ജോലി സ്ഥലം എന്റെ അടുക്കളയാണെങ്കിൽ പോലും, Because I will have family and friends and others who come home. കാരണം എന്റെ കുടുംബവും എന്റെ സുഹൃത്തുക്കളും എല്ലാം അവിടെ വരുമല്ലോ. I'll have spare time. My neighbors, I can tell about Jesus to them. അല്ലെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ എന്റെ അയൽവക്കക്കാരോട് എനിക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയും. Or I'll go to the supermarket to buy pachakari. അല്ലെങ്കിൽ ഞാൻ പച്ചക്കറി മേടിക്കുവാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകും. What a wonderful opportunity to meet with people. വ്യക്തികളുമായി കാണുവാനായിട്ട് എത്ര മനോഹരമായിട്ടുള്ള അവസരമാണ്. See, what we don't understand നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം is that Jesus blessed the seventh day, യേശു ക്രിസ്തു ഏഴാമത്തെ ദിവസത്തെ അനുഗ്രഹിച്ചു. but he actually worked 6 days. എന്നാൽ 6 ദിവസം വേല ചെയ്തു എന്നുള്ളതാണ്. Someone said like this, for those of you who like a 5-day week, അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, 5 ദിവസം മാത്രം വേലയുള്ള ആഴ്ച ഇഷ്ടപ്പെടുന്നവർക്ക് maybe you love the word of God enough to have work a 6-day week. കാരണം നിങ്ങൾക്ക് വചനം ഒത്തിരി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ 6ാമത്തെ ദിവസവും നിങ്ങൾക്ക് വേല ഇഷ്ടമാകും. Because God works 6 days, you must be like Jesus, I think. കാരണം യേശു ക്രിസ്തു ദൈവം 6 ദിവസം വേല ചെയ്തു, നിങ്ങൾ യേശുവിനെ പോലെ ആകണമല്ലോ. We have to break down the difference between the secular and the spiritual. നാം ഈ പൊതുവായിട്ടുള്ള വേലയെക്കുറിച്ചും നമ്മുടെ ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ അതിനെക്കുറിച്ചുമുള്ള ആ വ്യത്യാസം നാം അത് മാറ്റണം. One day my son told me, Papa, I think God is calling me to be a businessman. ഒരു ദിവസം എന്റെ മകൻ എന്നോട് പറയുകയായിരുന്നു, പപ്പ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ ഒരു ബിസിനസ്മാൻ ആകുവാനായിട്ട് വിളിക്കുന്നു. I said, go confidently and do the work of God. ഞാൻ പറഞ്ഞു, നീ പോയി ധൈര്യമായിട്ട് ദൈവവേല ചെയ്യുക. I told him, don't be a pastor. ഞാൻ പറഞ്ഞു, നീ പാസ്റ്റർ ആകരുത്. Because if the grace and assignment is to be a businessman, കാരണം നിന്റെ മേലുള്ള കൃപയും അത് നിന്റെ കർത്തവ്യവും അങ്ങനെ ബിസിനസ്മാൻ ആകാനാണെങ്കിൽ, be a pastor in the business world. അങ്ങനെയെങ്കിൽ ആ ബിസിനസ് മേഖലയിൽ നീ ഒരു പാസ്റ്റർ ആയിരിക്കുക. Hallelujah. Hallelujah. Be a pastor in the business world. ആ ബിസിനസ് സാമ്രാജ്യത്തിൽ നീ ഒരു പാസ്റ്റർ ആയിരിക്കുക. Go there because your business people need you as a pastor. നീ അവിടെ പോകുക, കാരണം അവിടെയുള്ള വ്യക്തികൾക്ക് ഒരു ഇടയനായി നിന്നെ ആവശ്യമുണ്ട്. Come on, tell your neighbor, I'm a pastor in the business world. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഞാൻ ഈ ബിസിനസ് വേൾഡിലുള്ള ഒരു പാസ്റ്റർ Tell ആകുന്നു. them, my business friends need me. കാരണം എന്റെ ബിസിനസ് സുഹൃത്തുക്കൾക്ക് എന്നെ ആവശ്യമുണ്ട്. Hallelujah. Hallelujah. Do you have workplace friends that need you? നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കൾക്ക് ആവശ്യങ്ങളുള്ളവരുണ്ടോ? Then go out there and be an evangelist. അങ്ങനെയെങ്കിൽ അവിടെ ചെന്ന് ഒരു സുവിശേഷകനാകുക. You know, one day there's a real story by a man about a man called Eric Liddell. എറിക് ലിഡിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ സംഭവമുണ്ട്. It's a true story. I think they made a movie out of it called Chariots of Fire. അപ്പോൾ ചാരിയറ്റ്സ് ഓഫ് ഫയർ, അഗ്നിയുടേതായിട്ടുള്ള രഥങ്ങൾ എന്നുള്ള പറയുന്ന ഒരു ചലച്ചിത്രം അവരുണ്ടാക്കി. And this young man, what he did is he started, they were missionaries in China. ഈ യുവാവ് As a family, they were missionaries in China. അവർ കുടുംബമായിട്ട് ചൈനയിൽ മിഷണറിമാരായിരുന്നു. Even though they came from Scotland. അവർ സ്കോട്ട്ലൻഡിൽ നിന്നാണ് യഥാർത്ഥത്തിൽ. But one day he felt God calling him to run in the Olympics. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നുകയാണ് ഒളിമ്പിക്സിൽ ഓടുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നു. His missionary sister got very upset with him. തന്റെ മിഷണറി ആയിരിക്കുന്ന സഹോദരിക്ക് അത് കേട്ടപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല. ദൈവവേല വിട്ടിട്ടാണ് ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്നത്. Are you going to just run in the Olympics after setting aside the ministry work? So, older sister, she rebuked him. What are you doing, leaving the ministry and going to run in the Olympics? അപ്പോൾ മൂത്ത സഹോദരി ശകാരിച്ചുകൊണ്ട് പറയുകയാണ്, നീ മിനിസ്ട്രി എല്ലാം വിട്ടിട്ടാണോ ഈ ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്നത്? He said like this. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, God made me for a purpose. ദൈവം എന്നെ ഒരു പദ്ധതിക്കായി ഉണ്ടാക്കി. God made me for China. ദൈവം എന്നെ ചൈനയ്ക്ക് വേണ്ടി ഉണ്ടാക്കി. But God also made me fast. എന്നാൽ ദൈവം എന്നെ വേഗതയുള്ളവനുമാക്കി. Hallelujah. Hallelujah. If God did not make me fast, I would not have gone to run. ദൈവം എന്നെ വേഗതയുള്ളവനാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഓടുവാൻ And പോവുകയില്ലായിരുന്നു. he said, when I run fast, ഞാൻ വേഗം ഓടുമ്പോൾ I feel the presence of God. ഞാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുന്നു. Hallelujah. 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 Business people, when you make money, അപ്പോൾ ബിസിനസ്സിലായിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ പണം you ഉണ്ടാക്കുമ്പോൾ must feel the presence of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. When money is your master, നിങ്ങൾ ആ പണം നിങ്ങളുടേതായിട്ടുള്ള യജമാനനാകുമ്പോൾ that time you will feel the presence of the devil. ആ
സമയത്ത് പിശാചിന്റേതായിട്ടുള്ള സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. But when God is your master എന്നാൽ ദൈവം നിങ്ങളുടെ and യജമാനായിരിക്കുമ്പോൾ, money is your servant, പണം നിങ്ങളുടേതായിട്ടുള്ള ദാസനായിരിക്കുമ്പോൾ, then the presence of your master will be upon you. ആ സമയത്ത് നിങ്ങളുടെ യജമാനന്റേതായിട്ടുള്ള സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടാകും. Because the Bible says, for it is he who gives us the ability to create wealth. തിരുവചനം പറയുന്നു, ധനം ആർജിക്കുവാനുള്ള കരുത്ത് യഹോവയിൽ നിന്നാകുന്നു. Hallelujah. ഹല്ലേലൂയ. Satan wants you to see that anything other than Christian ministry on the pulpit is not ministry. പിശാച് പലപ്പോഴും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തീയമായിട്ടുള്ള സദസ്സിൽ നിന്ന്, വേദിയിൽ നിന്നുള്ളതല്ലാത്തതൊന്നും ശുശ്രൂഷ അല്ല എന്നുള്ളതാണ്. Some of you have been here for many years, but I want you to know you've not got an opportunity on the pulpit. നിങ്ങളിൽ ചിലർക്ക് ഇവിടെ അനേക വർഷങ്ങളായിട്ടുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ ഈ വേദിയിലായിട്ടുണ്ടാകുകയില്ല. Because your assignment God has given in 1,000 other places. കാരണം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർത്തവ്യം ഒരുപക്ഷെ മറ്റ് 1000 മറ്റ് സ്ഥലങ്ങളിലായിരിക്കും. One day someone came to me and he said, Pastor John, I'm going to preach over there. ഒരു വ്യക്തി ഒരു ദിവസം എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പാസ്റ്റർ ജോൺ, ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോവുകയാണ്. And then they looked at me and said, anyway, you won't give us chance on the pulpit. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഏതായാലും ഇവിടെ നിങ്ങൾക്ക് എനിക്ക് അവസരം തരത്തില്ലല്ലോ. I told him, why should I give you a chance on the pulpit when God has prepared other pulpits for you? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി മറ്റു വേദികൾ ഒരുക്കുമ്പോൾ ഞാൻ എന്തിനു നിങ്ങൾക്ക് ഈ വേദി നൽകണം? I said, don't let the devil stop you from going everywhere God is sending you. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിങ്ങളെ അയക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെ പോകുന്നതിൽ നിന്ന് പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ. Your pulpit may be if you're a child, it may be your school. ഒരുപക്ഷെ നിങ്ങളൊരു ശിശുവാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വേദി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളായിരിക്കാം. In your heart you must understand that you're a missionary. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാനൊരു മിഷണറിയാണ് എന്നുള്ളത്. Many times we think of an unspoken spiritual hierarchy. Senior pastor, very big man of God. Me, I'm giving offering in the church, businessman. I'm a small man of God. പല സമയത്തും നമ്മുടെ മനസ്സിൽ നാം പ്രത്യേകമായിട്ട് പറയാത്തതായിട്ടുള്ള മനസ്സിൽ കിടക്കുന്ന ചില ശക്തിയുടേതായിട്ടുള്ള തട്ടുകളുണ്ട്. അതായത് സീനിയർ പാസ്റ്റർ വളരെ വലിയൊരു വ്യക്തിയാണ്, എന്നാൽ ഞാനാണെങ്കിലോ അല്പം മാത്രം എന്തോ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തി. Yes, in a house, the elderly father may be the head of the home. തീർച്ചയായിട്ടും ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ പിതാവ്, അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനമുണ്ട്. My father is the head of that home. എന്റെ പിതാവ് ആ ഭവനത്തിന്റെ സ്ഥാനമുണ്ട്. When I go to that home, he is the leader. ഞാൻ ആ ഭവനത്തിൽ പോകുമ്പോൾ അദ്ദേഹമാകുന്നു അവിടുത്തെ നേതാവ്. But we are the ones with an assignment outside the house. എന്നാൽ ഞങ്ങൾക്ക് പുറത്ത് ചില കർത്തവ്യങ്ങളുള്ള വ്യക്തികളാകും. They take care of things in the home, we take care of things outside the home. അവർ ഭവനത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നു, ഞങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ നോക്കുന്നു. Together we are a family. ഒന്നിച്ച് നാം ഒരു കുടുംബമാകുന്നു. And doing the work of God. നാം ദൈവത്തിന്റെ വേല ചെയ്യുന്നു. Hallelujah. Hallelujah. So we need to understand God is present with you in your work. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജോലി മേഖലയിൽ, ജോലി സ്ഥലത്ത് ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. I'm going to tell you some things that are going to shock you. Are you ready for this? നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. നിങ്ങൾ റെഡിയാണോ? ഞെട്ടാൻ റെഡിയാണോ? Are you ready to be shocked? റെഡിയാണോ? All right. Jesus spent almost 100% of his life outside the church ministry. യേശു ക്രിസ്തു 100% സമയവും ഈ സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് പുറത്താണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. For 30 years 30 വർഷം he was a carpenter. ഒരു ആശാരിയായിരുന്നു. For 3.5 years എന്നാൽ 3.5 വർഷമോ he was the ambassador of a king. ഈ രാജാവിൻ്റെതായിട്ടുള്ള സ്ഥാനപതിയായി. I don't think you got me. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Jesus was not ministering 3.5 years as a Pharisee or a priest. ഒരു പരീശനായിട്ടോ ഒരു പുരോഹിതനായിട്ടോ അല്ല യേശുക്രിസ്തു 3.5 വർഷം ശുശ്രൂഷിച്ചത്. Even though he was a high priest of our faith. നമ്മുടെ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണെങ്കിൽ തന്നെ What was his message? എന്തായിരുന്നു യേശുവിൻ്റെതായിട്ടുള്ള His സന്ദേശം? message was not come to church, I will heal you. നിങ്ങൾ സഭയിലേക്ക് വരിക, ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തും എന്നുള്ളത് ആയിരുന്നില്ല His സന്ദേശം. message is the kingdom of my king has come. തന്റേതായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് രാജാവിൻ്റെതായിട്ടുള്ള രാജ്യം വന്നിരിക്കുന്നു. He was representing a king. ഒരു രാജാവിനെ പ്രതിനിധീകരിക്കുകയായിരുന്നു യേശു. A person representing a secular king, will you call him pastor? അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ലോകത്തിലെ രാജാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കുമോ? You will call the governor of a country, you will call them pastor? ആ ഒരു ദേശത്തിൻ്റെതായിട്ടുള്ള ഗവർണറിനെ നിങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കുമോ? Jesus was sent on representing the king. യേശു ഈ രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. He was an ambassador. യേശു ഒരു സ്ഥാനപതിയായിരുന്നു. He was sent by the king to represent the kingdom. ഈ രാജാവ് ഈ
യേശുവിനെ അയക്കുകയാണ് ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനായി. Jesus was not ordained in the Jewish temple. യേശു ക്രിസ്തു യഹൂദ ആലയത്തിൽ അങ്ങനെ അധികാരപ്പെടുത്തിയിട്ടില്ല, Ordination കിട്ടിയില്ല. വാഴിച്ചിട്ടില്ല. He was a carpenter, താൻ ഒരു ആശാരിയായിരുന്നു, then an ambassador. അതിനുശേഷം ഒരു സ്ഥാനപതി. He was representing the king. യേശു ഈ രാജാവിനെ പ്രതിനിധീകരിച്ചു. Jesus never went to Bible school, യേശു ഒരിക്കലും ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല. but everywhere he went, he declared the gospel of the kingdom. എന്നാൽ പോയിടത്തെല്ലാം ഈ രാജ്യത്തിൻ്റെതായുള്ള സുവിശേഷം പ്രസംഗിച്ചു. Jesus was never trained how to do religious prayers. എങ്ങനെ എപ്രകാരം ഈ ആചാരപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം എന്നുള്ളതുള്ള പരിശീലനം യേശുവിന് കിട്ടിയിട്ടില്ല. But everywhere he went, he healed. എന്നാൽ യേശു പോയിടത്തെല്ലാം യേശു സൗഖ്യമാക്കി. Jesus was not trained officially in casting out demons. യേശു ക്രിസ്തു ആണെങ്കിലോ ഭൂതങ്ങളെ ഒഴിവാക്കുവാനായിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള പരിശീലനം ഒന്നും But ലഭിച്ചിട്ടില്ല. everywhere he went, he had authority over demons. എന്നാൽ പോയിടത്തെല്ലാം പിശാചുക്കളുടെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേൽ I അധികാരമുണ്ടായിരുന്നു. want you to know, you children of God in the secular, you have authority over demons. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ജോലി സ്ഥലത്തായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. Hallelujah. Hallelujah. These signs shall follow everyone who believes. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. I have cast out demons in the secular place. ഞാൻ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. You don't have to be in the church to cast out demons. സഭയിലായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഭൂതങ്ങളെ ഒഴിപ്പിക്കുവാനായിട്ട്. Hallelujah. Hallelujah. Jesus' message was not all the people come to church, even though the church is his family. സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെതായുള്ള കുടുംബമാണെങ്കിൽ പോലും എല്ലാവരും സഭയിലേക്ക് വരിക എന്നുള്ളതായിരുന്നില്ല യേശുവിന്റെ സന്ദേശം. His message was come to the kingdom. യേശുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. And then family gathering Sunday by Sunday. അതോടൊപ്പം തന്നെ ഞായറാഴ്ച തോറുമുള്ള കുടുംബത്തിൻ്റെതായിട്ടുള്ള സംഗമമാണ്. But through the week he would send everyone out to do the work of the Lord. എന്നാൽ ആഴ്ച തോറും ഈ ആഴ്ച ദിവസങ്ങളിലെല്ലാം എല്ലാവരെയും ദൈവവേലയ്ക്കായിട്ട് അയക്കുകയാണ്. In fact, the church is a family of marketplace disciples. അതോടൊപ്പം തന്നെ സഭ എന്ന് പറയുന്നത് ജോലി സ്ഥലത്തുള്ള ദൈവത്തിന്റെ ശിഷ്യന്മാരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മയാകുന്ന If കുടുംബമാണ്. we did not teach you how to be a Christian in the workplace, that is why most of the church is ineffective. നിങ്ങൾ സഭയിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ടാകുന്നു പലരും ജോലി സ്ഥലത്ത് അവർ ശോഭിക്കാത്തത്. Think about this. നിങ്ങൾ ഇത് ചിന്തിച്ചാട്ടെ. Out of the 132 public appearances of Jesus in the New Testament, പുതിയ നിയമത്തിലെ 132 പരസ്യമായിട്ടുള്ള യേശുവിന്റെ പ്രത്യക്ഷപ്പെടലിൽ 122 of them were in the marketplace. 122 ആ സമയത്ത് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. The ambassador was in the marketplace. സ്ഥാനപതി ആ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. Did you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Out of 52 parables spoken by Jesus, യേശു പറഞ്ഞിരിക്കുന്ന 52 ഉപമകളിൽ, I'm sharing this because some of you will say, in the Bible in nallalla parayunnu, Bible in parayunnu, 52 parables of Jesus, ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ ഇത് തിരുവചനത്തിൽ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാനായിട്ട് 45 of them were from the workplace context. 52 ഉപമകളിൽ 45ഉം ജോലി സ്ഥലത്തിൻ്റെതായുള്ള പശ്ചാത്തലത്തിലായിരുന്നു. Out of the 40 divine miracles recorded in Acts, 40 അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത് 39 of them were in the marketplace. 39ഉം ജോലി സ്ഥലത്തിന്റെ പശ്ചാത്തലത്തിലാണ്. Hallelujah. 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 One of them was outside the church in the gate. ഒരെണ്ണം എന്ന് പറയുന്നത് സഭയ്ക്ക് പുറത്ത് ആ കവാടത്തിങ്കൽ. You know, you got to understand, God was healing, doing signs, miracles, wonders in the marketplace. ദൈവമാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ ജോലി സ്ഥലത്തിന്റെ പശ്ചാത്തലങ്ങളിലാണ്. 54% of Jesus' teaching ministry arose from problems in the marketplace. 54% യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം വന്നത് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞത് ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. No wonder everyone was coming to him. എല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ അത്ഭുതമില്ല. What did they come to him and say? എന്താണ് യേശുവിന്റെ അടുക്കിലേക്ക് വ്യക്തികൾ Tell വന്നത്? my brother to divide the property correctly. എന്റെ സഹോദരനോട് പറ ആ സമ്പത്ത് ശരിയായിട്ട് ഭാഗിക്കുവാൻ. You see why? Because they saw in him the wisdom of God. കാരണം എന്തുകൊണ്ട് അവർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു? ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനം അദ്ദേഹത്തിൽ കണ്ടതുകൊണ്ട്. In the eyes of the world, they knew him as a carpenter. ലോകത്തിൻ്റെതായിട്ടുള്ള കണ്ണുകളിൽ ആശാരി എന്നുള്ളതിൽ യേശുവിനെ കണ്ടു. The religious teachers wouldn't accept him because he was a working class man. എന്നാൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള വ്യക്തികളാണെങ്കിലോ അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല. കാരണം അവർ ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. He was not Bible school graduate. താൻ ബൈബിൾ സ്കൂളിൽ പോയി ബിരുദം നേടിയിട്ടില്ല. Only problem was Bible school graduates were not doing miracles. Carpenter was doing miracles. ഒറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈബിൾ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ
അവർ അത്ഭുതം ചെയ്യുന്നില്ലായിരുന്നു, എന്നാൽ ആശാരിയാണെങ്കിലും അത്ഭുതം ചെയ്യുന്നു. I have come to tell you, God wants to do more miracles through you than He wants to do through us. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിലൂടെ ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ടുള്ളത് ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Because God is calling you to be a Christian in the workplace. കാരണം ദൈവം Hallelujah. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു ക്രിസ്ത്യാനിയാകുവാനാകും. Look at somebody and say, I'm a pastor അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞാട്ടെ, ഞാനൊരു പാസ്റ്ററാണ് in the workplace. എന്റെ ജോലി സ്ഥലത്ത്. Hallelujah. Hallelujah. Say, I'm an evangelist ഞാനൊരു സുവിശേഷകനാണെന്ന് പറഞ്ഞാട്ടെ in the workplace. എന്റെ ജോലി സ്ഥലത്ത്. Amen. Amen. I'm a Bible teacher ഞാനൊരു ബൈബിൾ ടീച്ചറാണ് in the workplace. എന്റെ ജോലി സ്ഥലത്ത്. Now you might wonder, but where will you teach Bible in the workplace? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ഈ ജോലി സ്ഥലത്ത് ഞാൻ എങ്ങനെ ബൈബിൾ പഠിപ്പിക്കും? You don't have to stand up in the workplace and say Colossians chapter 3 verse 23 says. നിങ്ങളുടെ ജോലി സ്ഥലത്ത് കൊലോസ്യ ലേഖനത്തിന്റെ 3:23 എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. Without using the reference, use the wisdom of the scripture. നിങ്ങൾ ഈ വചനത്തിൻ്റെതായുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഈ വചനത്തിലെ ജ്ഞാനം ഉപയോഗിച്ചാട്ടെ. People started asking me, where did you get so much leadership wisdom from? വ്യക്തികൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്രമാത്രമുള്ള നേതൃത്വത്തിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം ലഭിച്ചത്? I started telling them from the Bible. ഞാൻ അവരോട് പറയാൻ തുടങ്ങി തിരുവചനത്തിൽ നിന്ന്. I started teaching leadership from the Bible. ഞാൻ തിരുവചനത്തിൽ നിന്ന് ഈ നേതൃത്വം പഠിപ്പിക്കുവാൻ തുടങ്ങി. My examples would be about the Tower of Babel and the amount of leadership principles in the Tower of Babel. അപ്പോൾ ബാബേൽ ഗോപുരത്തെക്കുറിച്ചും അതിൽ നിന്നുള്ള നേതൃത്വത്തിന്റെ കാര്യത്തെക്കുറിച്ചുമുള്ളതൊക്കെയാണ് ഞാൻ പലപ്പോഴും പറയാറ്. You may be called to be a mechanic or a doctor or engineer or a grocer or a supermarket person. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ഒരു എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ മെക്കാനിക് ആയിട്ടോ ഒരു ഡോക്ടർ ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലായിരിക്കുവാനോ ഒക്കെ ആയിരിക്കാം ദൈവം വിളിച്ചിരിക്കുന്നത്. Don't tell yourself I'm going to work. Tell yourself I'm being sent by God. ഞാൻ ജോലിക്ക് പോവുകയാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. Come on, look at somebody and with conviction say I am sent by God. ഉറപ്പോടെ ഒരാളെ നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. As a voice of God ദൈവത്തിന്റെ ശബ്ദമായി in the marketplace. ജോലി സ്ഥലത്ത് I am sent by God ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു. with the power of God ദൈവത്തിന്റെ ശക്തിയാൽ into the marketplace. ജോലി സ്ഥലത്തേക്ക് I am sent by God ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു. under the anointing of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ as a missionary ഒരു മിഷണറിയായി in the marketplace ജോലി സ്ഥലത്തേക്ക്. because the world needs Jesus. കാരണം ഈ ലോകത്തിന് യേശുവിനെ ആവശ്യമുണ്ട്. Hallelujah. 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 So the marketplace ministry is your 9 to 6 calling. അതുകൊണ്ട് നിങ്ങളുടെ 9 മുതൽ 6 വരെയുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ജോലി സ്ഥലത്തുള്ള ശുശ്രൂഷയാണ്. But after working 6 o'clock we all come home, don't we? എന്നാൽ ആ 6 മണിക്ക് ശേഷം നാം ജോലി ചെയ്ത് നാം ഭവനത്തിലേക്ക് വരുമല്ലോ. But you know, many of you don't stop working at home. You start cooking, you cleaning, doing the housework after 6 o'clock. എന്നാൽ ഭവനത്തിലുള്ള പലരും 6 മണിക്ക് അവരുടെ വേല നിർത്തുന്നില്ല. നിങ്ങൾ പാചകം ചെയ്യുന്നു, നിങ്ങൾ ഭവനം വൃത്തിയാക്കുന്നു. You're taking responsibility in the home. നിങ്ങൾ ഭവനങ്ങളിൽ ഉത്തരവാദിത്തം എടുക്കുന്നു. In the same way, 9 to 6 you're missionaries in the workplace, 6 to 9 you're responsible in the house of God. നിങ്ങൾ 9 മുതൽ 6 വരെ നിങ്ങളുടേതായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ജോലി സ്ഥലത്താണെങ്കിൽ 6 മുതൽ 9 വരെ എന്നുള്ള സമയം നിങ്ങൾ ഭവനത്തിലെ ശുശ്രൂഷകരാണ്. This is where you come to get comforted. This is where you come to pray together as a family. Family prayer. What is happening on Sunday morning? Family prayer is happening right now. ഇവിടെ ആകുന്നു നിങ്ങൾ അപ്രകാരം ഭവനത്തിലേക്ക് വന്ന് ആശ്വസിപ്പിക്കപ്പെടുവാനായിട്ട്, കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട്. എന്താകുന്നു ഞായറാഴ്ച നടക്കുന്നത്? കുടുംബ പ്രാർത്ഥനയാണ്. What happens in the care cells? You're sharing the stories of what God is doing every day in the marketplace. കെയർ സെല്ലുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ദിവസവും നിങ്ങളുടെ ജോലി പശ്ചാത്തലത്തിലെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കുകയാണ്. God has an assignment for us. ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. Before you think that I'm not sharing the scripture, 1 Corinthians chapter 7 verse 17 to 24. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 Corinthians chapter 7 verse 17 to 24. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. I want you to look at this verse. ഇത് നമുക്ക് ശ്രദ്ധിക്കാം. The Bible says, തിരുവചനം പറയുന്നു, throw up that scripture for me please. Only as the Lord has assigned to each one. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചത് കൊടുത്തതുപോലെയും as God has called each in this manner, let him walk. ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ദൈവം ഓരോരുത്തനെ വിളിച്ചതുപോലെ അവനവൻ നടക്കട്ടെ. Now you might wonder, ശരിയായ വിളി. Let's look what this വിളി is. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഈ വിളി എന്താണെന്ന്. It says, and so I direct in all the churches. ഇങ്ങനെ ആകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. Was any man called when he was already circumcised? ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടുവോ? Which means if he was a Jew,
അവൻ യഹൂദനായിരുന്നെങ്കിൽ let him remain like that. അവൻ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. If he was a Gentile, അവൻ uncircumcised, അവൻ പരിച്ഛേദന ഏൽക്കാത്തവനാണെങ്കിൽ let him remain like that. അവൻ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. He doesn't have to try to become like the Jew. അവൻ യഹൂദനെ പോലെ ആകേണ്ട ആവശ്യമില്ല. Which means don't try to become like the pastor. അതുകൊണ്ട് പാസ്റ്ററിനെ പോലെ ആകാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. Just be comfortable in the call of God on your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവവിളിയിൽ നിങ്ങൾ സ്വസ്ഥതയോടെ ആയിരിക്കുക. But every one of us has an anointing from God. എന്നാൽ നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെതായുള്ള ഒരു അഭിഷേകമുണ്ട്. Carry that anointing into the workplace. ആ അഭിഷേകം നമ്മുടെ ജോലി സ്ഥലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. Be the pastor in that workplace. ആ ജോലി സ്ഥലത്ത് നിങ്ങൾ പാസ്റ്റർ ആയിരിക്കുക. Look what it says. ശ്രദ്ധിച്ചാട്ടെ. Circumcision is nothing, uncircumcision is nothing, but what matters is keeping the commandments of God. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. But you may say, but pastor, that is a very, very theological point. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും പാസ്റ്റർ അത് വളരെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. I'll give you secular point. എന്നാൽ ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറയാം. Next verse 21, next verse. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. Read അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? നീ എങ്ങനെ വിളിക്കപ്പെട്ടോ? ദാസനായി. നീ എങ്ങനെ? ദാസനായി. Secular or spiritual? Come on guys. Secular or spiritual? Secular. നീ ദാസനായിട്ട് വിളിക്കപ്പെട്ടോ? എന്ത് ചെയ്യണം? വ്യസനിക്കരുത്, വിഷമിക്കരുത്. നിങ്ങൾ ഇന്ന് വേലയ്ക്ക് ഇറങ്ങുമെന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ട് നിങ്ങൾ ആരും വ്യസനിക്കരുതെന്ന്. So you shouldn't be sad thinking when can I get into the work of the Lord. ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ ഇത്? ഉണ്ടോ അതോ എൻ്റെ അതിനകത്ത് മാത്രമേ? Do you have this in your scripture? Is it in your Bible? നിങ്ങളുടെ ബൈബിളിലുണ്ടോ? എന്നാന്ന് വായിച്ചാട്ട്. What does it say? വ്യസനിക്കരുത്. Have you been called as a slave? നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? Don't be worried about it. വ്യസനിക്കരുത്. But if you're able to be free, സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും you do that. അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. If you have the freedom to take something else up, it's okay, do it. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. But if you are in this secular job, എന്നാൽ നിങ്ങൾ പൊതുവായിട്ടുള്ള ഈ വേലയിലാകുന്നുവെങ്കിൽ don't sit and cry about it. അവിടെ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. Go and be Jesus in that place. നിങ്ങൾ അവിടെ പോയി യേശുവിനെ പോലെ ആകുക. So that the unbelieving master can see your life and turn to Jesus. അതുകൊണ്ട് അവിശ്വാസിയായിരിക്കുന്ന നിങ്ങളുടെ യജമാനന് നിങ്ങളെ കണ്ടുകൊണ്ട് യേശുവിലേക്ക് വരുവാൻ കഴിയും. Hallelujah. Hallelujah. For he who was called in the Lord while he was a slave is the Lord's free man. ദാസനായ കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. And the one who is the Lord's slave, the one who is called while he is free is Christ's slave. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. So he's saying, you masters, if you are free, remember you're Christ's slaves. അപ്പോൾ യജമാനന്മാരോട് പറയുകയാണ് നിങ്ങൾ സ്വതന്ത്രനാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. But if you are in the secular, you're serving in the secular as a worker in a home or a place like that, remember, even though you feel bound there in that job, you are Christ's free man. He has set you free in that job to speak, share, heal, cast out demons, do miracles on his behalf. എന്നാൽ നിങ്ങൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരു ദാസനായിട്ട് അല്ലെങ്കിൽ വേലയിൽ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു യേശുവിനായിട്ട് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് യേശുവിന്റെ ശബ്ദമായി സംസാരിക്കുവാനായിട്ട്. Many people are unfruitful because they are not in their zone. അനേക വ്യക്തികൾ അവരുടേതായിട്ടുള്ള സ്ഥാനത്ത് അല്ലാത്തതുകൊണ്ട് അവർ ഫലം പുറപ്പെടുവിക്കുന്നില്ല. Why should we serve our human masters? എന്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള യജമാനന്മാരെ നാം സേവിക്കണം? Why should we be faithful in our secular work? എന്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള പൊതുവായിട്ടുള്ള ജോലികൾ നാം വിശ്വസ്തരായിരിക്കണം? Because that is an opportunity for us to share the gospel with the people around us. കാരണം നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളുമായിട്ട് സുവിശേഷം പങ്കുവെക്കാനുള്ള അവസരമാകുന്നു. Because in this place, ഈ സ്ഥലങ്ങളിൽ I want you to know there is no such thing called a non-ministry job. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുശ്രൂഷ അല്ലാത്തതായിട്ടുള്ള ഒരു വേലയുമില്ല. We are all in the ministry. നാം എല്ലാവരും ശുശ്രൂഷയിലാകുന്നു. Hallelujah. Hallelujah. Every day of our life. നമ്മുടെ ജീവിതത്തിലെ ഓരോ നാളുകളും. And the Bible says when we see him face to face, തിരുവചനം പറയുന്നു നാം കർത്താവിനെ അഭിമുഖമായി കാണുമ്പോൾ. Colossians 3:26 says we have an inheritance in heaven. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയുന്നു നമുക്കൊരു അവകാശമുണ്ട് സ്വർഗ്ഗത്തിൽ. I don't like you secular fellows. നിങ്ങൾ ഈ പൊതുവായിട്ട് വേല ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. Because നിങ്ങൾക്ക് ഇവിടെ ശമ്പളവും അവിടെ ഇൻഹെറിറ്റൻസും. Here you have salary and there you have an inheritance. I don't like you. എനിക്കത് ഇഷ്ടമല്ല. I'm envious of you. എനിക്ക് നിങ്ങളെ കുറിച്ച് അസൂയയുണ്ട്. But what an honor. എന്നാൽ എന്ത് വലിയ ഒരു ബഹുമാനമാണ്. When we're working and we're bringing home and taking care of our wife and children. നാം വേല ചെയ്ത് നമ്മുടെ
കുടുംബത്തെ പരിപാലിക്കുമ്പോൾ we are bringing glory to God by not becoming a bad example of lazy people in the home. നാം ഭവനത്തിൽ അലസമായിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ ആകാതെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആൾക്കാരാകുന്ന നല്ല മാതൃകയാകുകയാണ്. Many people want to run away from the secular job. പല വ്യക്തികൾക്കും അവരുടെ പൊതുവായിട്ടുള്ള ജോലി മേഖലകളിൽ നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹമാണ്. ഈ ജാതികളുടെ ഇടയ്ക്കുള്ള ഇവരുടെ ഈ ജഡികമായ സ്വഭാവത്തിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. Oh, in between these Gentiles, according to their fleshly nature, I don't want to be there and I don't want to work. ഉള്ള സത്യം പറയാലോ, ഈ ജഡിക സ്വഭാവം ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. Let me tell the honest truth that in between all these Gentiles having fleshly nature, it is little difficult for us also to work. ഈ ലിറ്റിൽ അല്ല, Very difficult. വെരി ഡിഫിക്കൽട്ട്. എന്ത് ചെയ്യാനാ, വിളി വന്നുപോയി. What will do? Anyway, the Lord has called us. ഞങ്ങൾ ജഡികന്മാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന പോലെ നിങ്ങളും ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിച്ചോട്ടെ. As we are working in the midst of the flesh people, you also definitely go and work. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. നല്ലൊരു സ്ഥലമായിരുന്നു ഹല്ലേലൂയ പറയാൻ. It is a good place to say hallelujah. വിളിക്ക് തക്കവണ്ണം അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പ്രവർത്തിച്ചോട്ടെ. Just go and work according to your call. Why should we work? എന്തുകൊണ്ട് നാം വേല ചെയ്യണം? Because we can care for people. കാരണം നമുക്ക് വ്യക്തികളെ പരിപാലിക്കുവാൻ കഴിയുന്നു. We don't have to stretch our hands before anybody. We can work for our needs. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം The വരുന്നില്ല. Bible says we can go and it becomes an opportunity to share the gospel with people. തിരുവചനം പറയുന്നു വ്യക്തികളോട് സുവിശേഷം പങ്കുവെക്കാനുള്ള ഒരു അവസരമാകും. പിന്നെ ബോസിന്റെ കയ്യിൽ നിന്ന് രണ്ട് തെറിയൊക്കെ കൊള്ളുമ്പോഴത്തേക്കും തിരിച്ചു ചെന്ന് കർത്താവെ വേദനിച്ചു അവനോട് ക്ഷമിക്കണമെന്ന് പറയാൻ ട്രാൻസ്ഫോർമേഷൻ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. And then it's a great opportunity to be transformed when you start hearing swearing words from your boss. Amen. Amen. അങ്ങനെ താല്പര്യമില്ലാത്തവരെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ ഇട്ട് കർത്താവ് പൂട്ടും. And someone who is not ready for that, then the Lord will set up that in marriage. I hear, soon after marriage we see കർത്താവ് ഇത്രയും നാളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് തക്കതായ ഒരു തുണയെ കർത്താവ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. Immediately after marriage we pray that after so many years of praying, the Lord gave the right partner to me. ഒരു 1.5-2 വർഷം കഴിയുമ്പോഴത്തെ പാസ്റ്ററെ ഒന്ന് സംസാരിക്കണം. And after 1.5 and 2 years, they'll start saying, Pastor, I want to talk to you. എൻ്റെ ഭർത്താവ് My husband. 2 വർഷം മുമ്പ് എന്തൊരു സാക്ഷിയായിരുന്നു. Before 2 years, what a testimony it was. അവിടുത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വന്ന കർത്താവ് പേഴ്സണൽ വർക്ക്ഷോപ്പ് വീട്ടിൽ തരും. If you escape from that workshop, then the Lord will give a curated workshop for you in your home. അടുത്ത് നിങ്ങൾ ഓടാനൊന്നും പോകുന്നില്ല, വേല തീർച്ച് രൂപാന്തരം വന്നതിന് ശേഷമേ പോകത്തുള്ളൂ. So we will just be transformed, finish the work, and then we will go. രൂപാന്തരം വരാത്തവരെ ഭർത്താവും ചാകത്തില്ല, ഭാര്യയും ചാകത്തില്ല, അനേക വർഷം ഒരുമിച്ച് കർത്താവ് വേല തീർക്കുന്നവരെ അവിടെ നിൽക്കും തീർത്തു. If you are not transformed, then you will be surrounded by such people, and only then you'll have to be finished. ആ ജോലി സ്ഥലത്തിൽ നിന്ന് ഇറങ്ങി ഓടാനും ഒക്കത്തില്ല. അതുകൊണ്ട് you cannot run away from that workplace. കാരണം ഈ 9 to 6 is a shorter time than 6 to 9. ഈ 9 തൊട്ട് 6 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു ലഘുനേരമാണ്. മറ്റേ 6 തൊട്ട് 9 വരെയുള്ളത് താരതമ്യം ചെയ്യുമ്പോൾ ചിലവരൊക്കെ പറയുന്നത് പാസ്റ്റർ അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത്. Some are saying, Pastor, that's why I am actually going out for work. ഒരു ഞൊടി നേരത്തെ കഷ്ടത ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല പാസ്റ്റർ, ഉള്ള സത്യം പറയാമല്ലോ. Anyway, God has instructed us to work. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ് വേല ചെയ്യുവാൻ. Why should we work? എന്തുകൊണ്ട് നാം വേല ചെയ്യണം? Work is a blessing. വേല അനുഗ്രഹമാണ്. I said work is a blessing. വേല അനുഗ്രഹമാണ്. I said work is a blessing. വേല അനുഗ്രഹമാണ്. Our health improves. നമ്മുടെ ആരോഗ്യം We വർദ്ധിക്കുന്നു. provide for our needs. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയും. Some people say ഓട്ടമോട് ഓട്ടമാ. Some people say I'm keeping on running. But just ഇരിപ്പൊന്ന് ശ്രമിച്ചു നോക്കിയേ. But can you just try sitting continually? See who will fall sick. ആരായിരിക്കും അസുഖത്തിലാകുന്നത്? ഇരിക്കുന്നവർ will fall more sick than those that ഓട്ടമോട് ഓട്ടം. Those who are continually sitting will be more unhealthy when compared to those who are running. We are designed to work. ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേല ചെയ്യുവാനാണ്. We are commanded by God to have dominion, rule and do the work of God. ദൈവത്തിന്റെ വേല ചെയ്ത് അടക്കി വാഴുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. That is why virtuous woman in the Bible in Proverbs 31 was a working woman. അതുകൊണ്ടാകുന്നു സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിലെ സൽഗുണ
സൽഗുണസമ്പൂർണ്ണയായിട്ടുള്ള ആ സ്ത്രീ എന്ന് പറയുന്നത് വേല ചെയ്യുന്നതായിട്ടുള്ള സ്ത്രീയാണ്. And the busybodies, the Bible warned against women, don't be busybodies in the epistles. It's a തെക്കോടെ നടന്ന് വർത്താനം പറഞ്ഞ് കറങ്ങി നടക്കാതെ. It is talking about learning how to work. എന്നാൽ ലേഖനങ്ങളിൽ പറയുന്നതായിട്ടുള്ള പരകാര്യങ്ങളെല്ലാം നോക്കി വെറുതെ സംസാരിച്ച് നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വേല ചെയ്യുക എന്നുള്ളതാണ്. Today, working in the home, ഒത്തിരി നടുവേനയും ഇതും അതും ഒക്കെ കാണുമായിരിക്കും, but actually our body is designed to work. ഒരു പക്ഷേ നാം വേല ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നാമേ ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേല ചെയ്യുവാനാണ്. Work is a command from God. ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയാണ് വേല ചെയ്യുവാൻ. God commands us to work. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൽപ്പിച്ചിരിക്കുന്നത് വേല ചെയ്യുവാനാണ്. അത് അങ്ങനെ ലംഘിക്കാൻ ആഗ്രഹമുള്ളവർ സ്വർഗ്ഗത്തിൽ ചെല്ലും കണക്ക് കൊടുക്കേണ്ടി വരും. And if you really want to violate that, you will be accountable to God when you see him face to face. ഇവിടെ എനിക്ക് ഇച്ചിരി നടുവേനയാ, പോകാൻ വയ്യ. Lord, I'm having a pain here, I'm not able to go. പോകാത്തോണ്ടാ നടുവേന. Your pain is because you're not going. ചില എഴുന്നേറ്റങ്ങ് പോയി കഴിഞ്ഞാൽ നടുവേനയൊക്കെ അങ്ങ് മാറി, ചില എണ്ണയൊക്കെ ഓയിലൊക്കെ അങ്ങ് കയറും അവിടെ. If you get up and if you just move, that pain will go away. Work is a supply against the spirit of poverty. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള ആത്മാവിന് എതിരായിട്ടുള്ള ഒരു നൽകുന്ന ഒരു കാര്യമാണ് വേല എന്ന് പറയുന്നത്. Work is a sign of our maturity. വേല എന്ന് പറയുന്നത് നമ്മുടെ പക്വതയുടേതായിട്ടുള്ള ഒരു അടയാളമാണ്. Because I work, ഞാൻ വേല ചെയ്യുന്നത് കൊണ്ട് I am mature enough to take care of my family. ഞാൻ എൻ്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണം പക്വതയുള്ളവനാകും. Because I work, ഞാൻ വേല ചെയ്യുന്നത് കൊണ്ട് my son can get a football. എൻ്റെ കുഞ്ഞിന് ഒരു ഫുട്ബോൾ മേടിച്ചു My കൊടുക്കാൻ daughter can get a new dress. എൻ്റെ മകൾക്ക് ഒരു നല്ല വസ്ത്രം മേടിച്ചു My കൊടുക്കാൻ father, mother can have a nice home. എൻ്റെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു ഭവനം ഉണ്ടാകുവാൻ. What is that? Your working is showing that you're being a responsible, mature person to help the people around you. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ വേല ചെയ്ത് നിങ്ങൾ പക്വതയോടുകൂടെ നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് മാതൃകയാവുകയാണ്. Imagine if everyone was a pastor. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, എല്ലാവരും പാസ്റ്റർ ആയിരുന്നെങ്കിൽ, And there was no plumber. അവിടെ പ്ലംബർ ഇല്ലായിരുന്നെങ്കിൽ. നിങ്ങളുടെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. Can you think about your situation? ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് പോണമെങ്കിലൊന്നും പാസ്റ്ററിനെ വിളിച്ചാൽ അതിന് വിടുതലില്ല. There is no deliverance if you call pastor for that. അതിന് പ്ലംബറിനെ തന്നെ വിളിക്കണം. You have to call plumber itself for that. Hallelujah. Hallelujah. You understood the importance of secular work? നിങ്ങൾ ആ പൊതുവായിട്ടുള്ള വേലയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? Hallelujah. Hallelujah. It is the place, this skill and ability God has given you, your creativity God can use. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കഴിവുകളെല്ലാം ഉപയോഗിക്കുവാൻ പറ്റിയ സ്ഥലങ്ങളാണ്. You know why we are using all technology today? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് നാം പല ടെക്നോളജികൾ ഉപയോഗിക്കുന്നത്? Because people worked with creative ability. കാരണം അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ച് വ്യക്തികൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. A thief and a lay person, an unfaithful Christian, a thief, ഒരു കള്ളൻ, a lay person ഒരു സാധാരണ വ്യക്തി who is not working, വേല ചെയ്യാത്ത, an unfaithful Christian, അതോടൊപ്പം തന്നെ വിശ്വാസിയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്നാൽ അവിശ്വസ്തനാണ്, and a non-tithing Christian അതോടൊപ്പം തന്നെ ദശാംശം നൽകാത്തതായിട്ടുള്ള ക്രിസ്ത്യാനി are all called thieves in the Bible. ഇവരെ എല്ലാവരെയും കള്ളന്മാരാണെന്ന് തിരുവചനം I don't think you heard that. നിങ്ങളത് കേട്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. A thief, കള്ളൻ, unfaithful lay person, അവിശ്വസ്തനായിരിക്കുന്ന സാധാരണ വ്യക്തി, unfaithful Christian, അവിശ്വസ്തനായിരിക്കുന്ന വിശ്വാസി. വിശ്വാസി അങ്ങനെ unfaithful ജോലി ചെയ്യാതെ തിന്നാൻ നോക്കുക, അവൻ കള്ളന്റെ കൂട്ടാണെന്നാ പറയുന്നത്. The Bible says an unbeliever or a believer becomes unfaithful when he tries to eat without working. And a person who does not give his tithes and offerings is called a thief. അതുപോലെ തന്നെ ദൈവത്തിനുള്ള ദശാംശവും വഴിപാടും കൊടുക്കാത്തവർ അവരെ കള്ളനും തിരുവചനം വിളിക്കുകയാണ്. A thief through his active stealing robs from others. ഒരു കള്ളനാണെങ്കിലോ അവൻ വളരെ സജീവമായിട്ട് മോഷ്ടിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അവൻ എടുക്കുകയാണ്. അവനും ജോലിയാ ചെയ്യുന്നത്. He is also working. ഇച്ചിരി പണിയും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചെങ്കിലും മോഷ്ടിക്കാൻ ഒക്കത്തുള്ളൂ. Even to steal actually you have to be really intelligent. But the lazy fellow, അവൻ ഈ കള്ളനെക്കാട്ടിലും ദുഷ്ടനാ. എന്നാൽ അലസനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കള്ളനേക്കാൾ മോശമാണ്. He is robbing by not doing anything. അവനാണെങ്കിലോ ഒന്നും ചെയ്യാതെ മോഷ്ടിക്കുകയാണ്. Unfaithful person, അവിശ്വസ്തനാണെങ്കിലോ in the house of God, ദൈവഭവനത്തിൽ, the work we are supposed to do in the family of God we are not doing. You are robbing people from their eternity. ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ആ നിത്യതയിലേക്കുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മോഷ്ടിക്കുകയാണ്. Without sharing the gospel to people, you are robbing their eternity. സുവിശേഷം നിങ്ങൾ വ്യക്തികളോട് പങ്കുവെക്കാതെ നിങ്ങൾ അവരുടേതായിട്ടുള്ള നിത്യതയെ നിങ്ങൾ മോഷ്ടിച്ചെടുക്കുകയാണ്. കണക്ക് കൊടുക്കേണ്ടി വരും. You will be accountable for that. Unfaithfulness to your secular job where you have supposed to share the gospel, you did not. You will have to give an account to God. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ സുവിശേഷം പങ്കുവെക്കാതിരുന്നാൽ നിങ്ങൾ ദൈവത്തിന് അതിനെ സംബന്ധിച്ചൊരു കണക്ക് കൊടുക്കേണ്ടി A വരും. non-tither is robbing from the worship
that he's supposed, the labor of love giving unto God. ദശാംശവും വഴിപാടുകളും ദൈവത്തിന് കൊടുക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിന് അർഹമായിട്ടുള്ള ആരാധന കൊടുക്കാതെ അത് മോഷ്ടിക്കുകയാണ്. Your work can be an act of worship unto God. നിങ്ങളുടെ വേല എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു വലിയ ആരാധനയാകുവാൻ കഴിയും. You can use your skills to worship God. നിങ്ങളുടെ കഴിവുകൾ ദൈവത്തെ ആരാധിക്കുവാൻ ഉപയോഗിക്കുവാൻ കഴിയും. You just as a doctor saves someone's life. നിങ്ങൾ ഒരു ഡോക്ടർ ആയിക്കൊണ്ട് ചിലരുടെ ജീവൻ രക്ഷിക്കുന്നതുപോലെ A plumber gives somebody health. ഒരു പ്ലംബർ ചിലർക്ക് ആരോഗ്യം നൽകുകയാണ്. By arranging the plumbing, you remain healthy. ആ പ്ലംബിംഗ് ശരിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ആകുന്നു. A launderer, he washes your clothes, maybe he's actually keeping you healthy. ഒരു വസ്ത്രം അലക്കുന്ന വ്യക്തി അത് ശരിയായി ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങളെ ആരോഗ്യത്തിലേക്ക് സഹായിക്കുകയാണ്. Those who are earning money, your financial giving can be a worship unto God. പണം ലഭിക്കുന്നവർ നിങ്ങളുടേതായിട്ടുള്ള ആ നൽകുന്ന കാര്യം സാമ്പത്തികമായി നൽകുന്നത് ദൈവത്തിന് ആരാധനയാകുവാൻ കഴിയും. It is your deployment to the mission field. ദൈവം നിങ്ങളെ ഈ ദൗത്യത്തിൻ്റെതായിട്ടുള്ള വയലിലേക്ക് സ്ഥാനങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. Bringing out the best solutions God has put inside of you, creative solutions for a needy world. ഈ ലോകത്തിൽ അനേക ആവശ്യങ്ങളുണ്ട്. ദൈവം നിങ്ങളുടെ അകത്ത് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ കഴിവുകൾ ഉപയോഗിച്ച് അതിനെ പരിഹാരം കാണുമ്പോൾ. So let me close by saying this. ഇത് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. Don't assume നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് that a change of location ഒരു സ്ഥലം മാറിയതുകൊണ്ട് and a change of vocation ജോലി മാറിയതുകൊണ്ട് will make you a devoted Christian. നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുമെന്ന് ചിന്തിക്കരുത്. Which means from the secular you become a full-time church pastor. നിങ്ങൾ സാധാരണ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ പൂർണ്ണസമയ വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ ആയാൽ, if you change vocation, if you were lazy in the secular, you will be lazy in full-time ministry. നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലി സ്ഥലത്ത് നിങ്ങൾ മടിയനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പുതിയ ജോലി സ്ഥലത്ത് നിങ്ങൾ മടിയനായിരിക്കും. If you change location, ഇവിടെ ഇല്ലായതുകൊണ്ടാ സുശേഷമൊക്കാത്ത ഞാൻ അങ്ങ് ഗൾഫിൽ പോവാം. It's because here actually I'm not able to share the gospel. Let me go to the Gulf. ഇവിടുത്തെ മടിയൻ ഗൾഫിലെ മടിയൻ. Here if you are lazy, you will be lazy in Gulf also. Hallelujah. 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 But if you're faithful here, God will keep you faithful. നിങ്ങൾ ഇവിടെ വിശ്വസ്തനാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അവിടെയും വിശ്വസ്തനാക്കും. God has called you as a missionary. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു മിഷണറി ആയിട്ടാണ്. Go out into the world where God is sending you. ദൈവം നിങ്ങളെ അയക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുക. Be the creative answer to a lost world. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന് നിങ്ങൾ സർഗാത്മകമായിട്ടുള്ള ഒരു ഉത്തരമാകുക. You're Jesus in the workplace. നിങ്ങൾ ഈ ലോകത്തിൽ യേശുവാകുക. Let's pray together. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. Father, we thank you and praise you, Lord. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. Hallelujah. Just go ahead and commit. Thank the Lord for the work He's given you. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേലയെക്കുറിച്ച് നിങ്ങൾ നന്ദിയുള്ളവരാകുക. Lord, we want to be faithful in what you have entrusted. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നതിനെക്കുറിച്ച് ഞങ്ങൾ നന്ദിയുള്ളവരാകാൻ Your ആഗ്രഹിക്കുന്നു. word says in 1 Corinthians 7, as each one is assigned work by the Lord. 1 കൊരിന്ത്യർ 7 അങ്ങയുടെ വാക്കുകൾ പറയുന്നത് പോലെ ഓരോരുത്തരും അങ്ങ് നൽകിയിരിക്കുന്ന വേല പോലെ. If you are called to be a slave, that's an assignment that the Bible said to be faithful as a child of God under that master. ഒരു അടിമയാകുവാൻ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ യജമാനോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നതാകും. Let them see Jesus in our life. അവർ യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണട്ടെ. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. Father, we want to repent for not being good workers. പിതാവേ, ഞങ്ങൾ നല്ല വേലക്കാരാകാത്തതിൽ ഞങ്ങൾ അനുതപിക്കുന്നു. Lazy in sharing the gospel, lazy in the workplace. Lord, we repent for both. സുവിശേഷം പങ്കുവെക്കുന്നതിൽ ഞങ്ങൾ അലസത കാണിച്ചതിലും ഞങ്ങളുടെ ജോലിയിലെല്ലാം അലസത കാണിച്ചതിലും ഞങ്ങൾ അനുതപിക്കുന്നു. We want to be the best representation of a child of God. ഞങ്ങൾ ദൈവപൈതങ്ങളുടേതായിട്ടുള്ള ഏറ്റവും മികച്ച പ്രതിനിധീകരണമാകണം. Release your anointing upon us. അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ അയക്കണമേ. Fill us with the Holy Spirit, Lord. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Send us out into the world as the children of God. ദൈവപൈതങ്ങളായി ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ. As we go to work tomorrow, Lord, നാളെ ഞങ്ങൾ ജോലിക്കായി പോകുമ്പോൾ we are Jesus in the workplace. ഞങ്ങൾ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് യേശുവാണ്. We release that anointing upon the church this morning. ഈ സഭയുടെ മേൽ ആ അഭിഷേകം റിലീസ് ചെയ്യും. To be faithful in everything God has called. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാത്തിലും വിശ്വസ്തരാകുവാൻ. We give you all the glory and the honor. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക്. In Jesus' mighty name. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ Everybody said aloud, amen. ഉറക്കെ ആമേൻ പറഞ്ഞു. Amen and amen. God bless you. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.